വിമാനാപകടം നടന്നാൽ കേൾക്കുന്ന വാക്കുകളിൽ പ്രധാനമായ ഒന്നാണ് ബ്ലാക്ക് ബോക്സ്. എങ്ങനെ ദുരന്തമുണ്ടായി എന്ന് കണ്ടെത്തുവാൻ പ്രധാനമായി ആശ്രയിക്കുന്ന ഉപകരണമാണ് ബ്ലാക്ക് ബോക്സ്. ബ്ലാക്ക് ബോക്സ് എന്നാണ് പേര് എങ്കിലും ഓറഞ്ച് നിറത്തിലാണ് ബ്ലാക്ക് ബോക്സ്. ഏത് ശക്തമായ ആഘാതമേറ്റാലും വിവരങ്ങൾ നഷ്ടപ്പെടാതിരിക്കുവാൻ കരുത്തുറ്റ ടൈറ്റാനിയം ഉരുക്ക് ഉപയോഗിച്ചാണ് നിർമ്മാണം. ഇതിനുള്ളിലായിരിക്കും റെക്കോർഡിംഗ് ഉപകരണങ്ങൾ സൂക്ഷിക്കുക. ഉയർന്ന താപനിലയിലും വെള്ളത്തിൽ മുങ്ങിയാലും ഉണ്ടാകുന്ന ആഘാതത്തെ അതിജീവിക്കുവാൻ കഴിയുന്നതായിരിക്കും നിർമ്മാണ രീതി. പ്രധാനമായി രണ്ട് ഘടകങ്ങളാണ് ബ്ലാക്ക് ബോക്സിൽ ഉണ്ടാകുക. റെക്കോർഡിംഗ് സംവിധാനമായ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ആണ് പ്രധാന ഭാഗങ്ങൾ. ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ വിമാനത്തിന്റെ വേഗത, ഉയരം, എഞ്ചിന്റെ അവസ്ഥ, റഡാർ വിവരങ്ങൾ, കൺട്രോൾ സിസ്റ്റങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയ സാങ്കേതിക വിവരങ്ങൾ രേഖപ്പെടുത്തും. അപ്പോൾ തന്നെ പൈലറ്റുമാർ തമ്മിലുള്ള സംഭാഷണങ്ങൾ, എഞ്ചിൻ ശബ്ദങ്ങൾ തുടങ്ങി കോക്പിറ്റിലെ റേഡിയോ ട്രാൻസ്മിഷനുകളും മറ്റു ശബ്ദങ്ങളും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും രേഖപ്പെടുത്തും. കൂടാതെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ ഉയരം, കാറ്റിന്റെ വേഗത, ഫ്ലൈറ്റ് ഹെഡിംഗ്, ലംബ ത്വരണം, പിച്ച്, റോളിംഗ്, ഓട്ടോ പൈലറ്റ് സ്റ്റാറ്റസ് തുടങ്ങിയ 80ലധികം വ്യത്യസ്ത തരം വിവരങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. 25 മണിക്കൂറിലേറെയുള്ള വിവരങ്ങൾ വീണ്ടെടുക്കുവാൻ കഴിയും. ബ്ലാക്ക് ബോക്സുകളിൽ നിന്ന് വീണ്ടെടുക്കുന്ന ഡാറ്റ വിശകലനം ചെയ്യുവാൻ സാധാരണയായി 10 മുതൽ 15 ദിവസം വരെ സമയമെടുക്കും. അപകടമുണ്ടായാൽ ആഘാതം കുറവാകുന്ന പിൻഭാഗത്തായിരിക്കും ബ്ലാക്ക് ബോക്സുകൾ സജ്ജീകരിക്കുക. വെള്ളത്തിനടിയിലാകുമ്പോൾ കണ്ടെത്തുവാനായി 30 ദിവസത്തേക്ക് അൾട്രാസൗണ്ട് സിഗ്നലുകൾ അയക്കുന്ന ബീക്കൺ സജ്ജീകരിച്ചിരിക്കും. എന്നാൽ മലേഷ്യൻ എയർലൈൻസിന്റെ MH370 വിമാനം അപ്രത്യക്ഷമായ സന്ദർഭങ്ങളിൽ ബീക്കണിൽ നിന്ന് വിവരം കണ്ടെത്താനായില്ല. ബ്ലാക്ക് ബോക്സ് ഡാറ്റ വിശകലനം ചെയ്താൽ അപകട കാരണം പിടികിട്ടും. മനുഷ്യപ്പിഴവ്, സാങ്കേതിക തകരാർ, കാലാവസ്ഥ തുടങ്ങി ഏത് കാരണം ആയാലും ഡാറ്റ വിശകലനത്തിലൂടെ കണ്ടെത്താനാകും. 1950കളുടെ തുടക്കത്തിലാണ് ബ്ലാക്ക് ബോക്സ് ഉത്ഭവിച്ചത്. ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ ജെറ്റ് വിമാനമായ ഡി ഹാവിലാൻഡ് കോമറ്റ് നേരിട്ട ആകാശമധ്യയുള്ള അപകടങ്ങൾ വിശകലനം ചെയ്യുന്നതിനായി 1953 ഓസ്ട്രേലിയൻ ജെറ്റ് ഇന്ധന വിദഗ്ധനായ ഡോക്ടർ ഡേവിഡ് റോളാഡ് ഡി മെയ് വാറനെ പ്രത്യേക സംഘത്തിന്റെ തലവനായി നിയമിച്ചു. തുടരെയുള്ള വിമാന അപകടം നടക്കുന്ന സമയമായിരുന്നു അത്. 1953 കൊൽക്കത്തയിൽ നിന്ന് ദില്ലിയിലേക്ക് പുറപ്പെട്ട വിമാനം തകർന്നു വീണത് 43 പേർ മരിച്ച സംഭവം ആയിട തന്നെയായിരുന്നു. ഒരു വ്യാപാരമേളയിലാണ് ലോകത്തെ ആദ്യത്തെ മിനിയേച്ചർ റെക്കോർഡർ വാറന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വിമാനത്തിൽ ഇവ ഉപയോഗിക്കുകയും ദുരന്തമുണ്ടായാൽ ഇവ കണ്ടെടുത്ത് പ്രവർത്തിപ്പിക്കുകയും ചെയ്താൽ അപകട കാരണം മനസ്സിലാക്കാമെന്ന ആശയം ഉരുത്തിരിഞ്ഞു. തുടക്കത്തിൽ വാറന്റെ ആശയത്തിന് എതിർപ്പ് നേരിടേണ്ടി വന്നു. റെക്കോർഡറുകൾ ഉപയോഗിച്ച് ക്രൂവിനെ ചാരപ്പണിക്ക് നിർബന്ധിക്കുമെന്നായിരുന്നു പൈലറ്റുമാർ ഉൾപ്പെടെയുള്ളവരുടെ ആശങ്ക. എന്നിരുന്നാലും 1956 ആയപ്പോഴേക്കും വാറൻ ARN ഫ്ലൈറ്റ് മെമ്മറി യൂണിറ്റ് എന്ന പേരിൽ ഒരു പ്രോട്ടോടൈപ്പ് സൃഷ്ടിച്ചു. ഇത് 4 മണിക്കൂർ വരെ വോയിസ് ഫ്ലൈറ്റ് ഇൻസ്ട്രുമെന്റ് ഡാറ്റ റെക്കോർഡ് ചെയ്യുവാൻ അന്ന് സഹായിച്ചു. 1963 രണ്ട് മാരകമായ വ്യോമയാന ദുരന്തങ്ങൾക്ക് ശേഷം ഫ്ലൈറ്റ് റെക്കോർഡറുകൾ നിർബന്ധമാക്കി. ഓസ്ട്രേലിയയിലായിരുന്നു ആദ്യമായി നടപ്പാക്കിയത്. ബ്ലാക്ക് ബോക്സിന്റെ ആദ്യകാലത്ത് വിവരങ്ങൾ ഒരു ലോഹ സ്ട്രിപ്പിലായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. പിന്നീട് അത് മാഗ്നറ്റിക് ഡ്രൈവുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റ് മെമ്മറി ചിപ്പുകളാണ് ഉപയോഗിക്കുന്നത്. വാറണിന് മുമ്പ് തന്നെ 1930കളിൽ ഫ്രഞ്ച് എഞ്ചിനീയർ ഫ്രാങ്കോയിഡ് കുസ്റ്റനോട്ട് ഡാറ്റ റെക്കോർഡർ നിർമ്മിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. ഫോട്ടോഗ്രാഫിക് ഫിലിമിലേക്ക് ഏകദേശം 10 പാരാമീറ്ററുകൾ ഒപ്റ്റിക്കലായി പ്രൊജക്ട് ചെയ്യുന്ന സെൻസറുകൾ അദ്ദേഹം സജ്ജീകരിച്ചിരുന്നു. പ്രകാശം അകത്തേക്ക് കടക്കുന്നത് തടയുന്നതിനായി നിർമ്മിച്ച ഒരു പെട്ടിയിലായിരുന്നു ഫിലിം പ്രവർത്തിച്ചിരുന്നത്. അതിനാലാണ് ബ്ലാക്ക് ബോക്സ് എന്ന പേര് ലഭിച്ചത്. റെക്കോർഡറിന്റെ പുറം പെട്ടി ഓറഞ്ച് നിറമായിരുന്നിട്ടും ബ്ലാക്ക് ബോക്സ് എന്ന പേര് നിലനിന്നു. എളുപ്പത്തിൽ തിരിച്ചറിയാനാണ് ബ്ലാക്ക് ബോക്സിന്റെ പുറം ഭാഗത്തിന് ഓറഞ്ച് നിറം നൽകിയിരിക്കുന്നത്.